അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്ത വേദനാജനകമായ ഒരു വാർത്തയാണ് നമ്മൾ 2-3 ദിവസങ്ങളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ഫൈസിയുടെ വേർപാട് നമ്മളെ കണക്കുള്ള ആളുകളുടെ മനസ്സിൽ മായാത്ത ഒരു ഓർമ്മപ്പെടുത്തലാണ്, മൗനിയായ ഒരു ഉപദേശമാണ് ഫൈസി നമ്മളിലേക്ക് തന്നിട്ട് പോയിട്ടുള്ളത്. ഇതുപോലെ ഭാഗ്യമുള്ള ഒരു മനുഷ്യൻ, അൽഹംദുലില്ലാഹ്, പ്രത്യേക ഒരു സൗഭാഗ്യം അല്ലാഹു തആല കൊടുത്തൊരു മനുഷ്യനാണ് ഫൈസി എന്ന് പറയുന്നത്. കാരണം ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദൊക്കെ മരണവാർത്ത അറിഞ്ഞ പാടെ ആ പ്രിയപ്പെട്ട ഫൈസിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ 1000-ൽ പരം വരുന്ന മുതഅല്ലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന ആ മക്കളെ കൊണ്ട് ബഹുമാന്യനായ ആലിക്കുട്ടി ഉസ്താദ് 10-40-ൽ പരം ഖത്തമുകൾ ഓദിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നതിൽ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം തന്നെയാണ്. അള്ളാഹു നമുക്കും ഇതുപോലത്തെ നല്ല സൗഭാഗ്യമുള്ള നല്ല മരണങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെ വീഡിയോകൾ കാണുമ്പോഴും മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. ഇന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫൈസിയുടെ അതിമനോഹരമായ ഒരു പാട്ട് ഞാൻ കേട്ടുപോയി. മദ്രസയിൽ തൻ്റെ പ്രിയപ്പെട്ട കുരുന്നു മക്കളുടെ മുമ്പിൽ അദ്ദേഹം പാടുന്ന ആ ഒരു പാട്ട് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അദ്ദേഹം പാടുന്നതിൻ്റെ മുമ്പ് വരെയും ആ മദ്രസയിലുള്ള മുഴുവൻ കുട്ടികളും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൈക്ക് കയ്യിലെടുത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിമനോഹരമായ ആ ഒരു മദ്ഹ് പാടുമ്പോൾ അവിടെ ഉള്ള എല്ലാവരും നിശ്ചലരായി അദ്ദേഹത്തിൻ്റെ അധരങ്ങളിലൂടെ അടർന്നു വരുന്ന ആ സ്വരമാധുര്യത്തിൽ ഹബീബിനെ പറ്റി പറയുന്ന ആ ഒരു സന്തോഷം, ആ ഒരു മദ്ഹ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ശ്രവിക്കുന്ന കുരുന്നു മക്കൾ വിചാരിച്ചില്ല ഞങ്ങളുടെ ഉസ്താദ് ഈ പാടുന്നത് അവസാനമായിട്ടാണെന്ന്. തൻ്റെ കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകർ വിചാരിച്ചില്ല തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫൈസി ഇത് പാടുന്നത് അത് അവസാനത്തെ ഒരു പാട്ടാണെന്ന് വിചാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാട്ട് ആ മക്കൾക്ക് വേണ്ടി പാടിക്കൊടുത്ത പാട്ടൊന്ന് കേട്ട് നോക്കിക്കേ. മടുപ്പുതീരാത്തൊരു പ്രണയത്തിനിശലി തേടി ഞാനും മതിവരാത്തൊരു മധുരഗീതം മുത്ത് റസൂലനെ. അതുലമാണവർ അഴകിന്റെ പൂങ്കമാർ, അരികിലെങ്കും അഭയമേകും അജ്മലുല്ല ജവാണവൻ. അഭിയതിന്നും അസുവതിന്നും അതിലു കൊണ്ട പൂമരം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വല്ലാത്തൊരവസ്ഥയാണ്. ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ പിടയുന്നുണ്ട്. അറിഞ്ഞത് വെച്ച് അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ അടുത്തിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന് ആലോചിച്ച് വെച്ചിരുന്ന സഹോദരി, പെൺകുട്ടി, അവർ രണ്ടുപേരും ഒരുപാട് ജീവിതത്തിൻ്റെ മേഖലകളെ സ്വപ്നം കണ്ടു കാണും. അതെല്ലാം നിമിഷ നേരം കൊണ്ട് തകർന്നുപോയി. മരണം അതാണ്. ആരോടും പറയില്ല, നിങ്ങളെ കൊണ്ടുപോവുക എന്ന് പറയില്ല, നിങ്ങൾ വിവാഹം ആലോചിക്കേണ്ട എന്ന് പറയില്ല. ഒന്നും പറയാതെ മരണം നമ്മളിലേക്ക് മാടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തെപ്പറ്റി നമ്മൾ ഓർക്കണം. അദ്ദേഹത്തിന് കൊടുത്ത സൗഭാഗ്യമെന്ന് പറയുമ്പോൾ ഈ നിറഞ്ഞിരിക്കുന്ന മദ്രസയിലെ നൂറുകണക്കാന കൊച്ചുമക്കൾ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദ്വാരക്കാൻ. നമുക്ക് തന്നെ അറിയാം, ഈ ഒരു വീഡിയോ നമ്മളിട്ടപ്പോൾ ആയിരക്കണക്കായ ആളുകൾ അടിയിലെ കമൻറ്റിൽ എഴുതിയിരിക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗ്ഗാക്കട്ടെ എന്നാണ്, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ എന്നാണ്, അള്ളാഹു അദ്ദേഹത്തിന് സന്തോഷത്തിൻ്റെ വീട് കൊടുക്കട്ടെ എന്നാണ് ആയിരക്കണക്കായ ആളുകൾ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ള കമൻറ്റുകൾ. ഇത്രത്തോളം ദുആകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കുന്നത് ഒരു സമ്മാനമായിട്ടാണ്.
അദ്ദേഹത്തിൻ്റെ ഖബർ അല്ലാഹു സ്വർഗത്തിൻ്റെ വീടാക്കട്ടെ. എന്തിനേറെ, 10,000-കണക്കിന് ആളുകൾ വരാൻ പോകുന്ന പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിൽ വരുന്ന ഉസ്താദുമാരും അവിടെ ഇരിക്കുന്ന മുഴുവൻ കുട്ടികളും മുഴുവൻ ഉസ്താദുമാരും എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ പോവുകയാണ്. ഇതുപോലത്തെ ഒരു ഭാഗ്യം ആർക്കാ ഇനി കിട്ടുക? ഇതുപോലത്തെ ഒരു സൗഭാഗ്യം ഇനി ആർക്കാണ് കിട്ടാൻ പോവുക? എല്ലാവർക്കൊന്നും ആ ഒരു അവസരമോ ആ ഒരു ഭാഗ്യമോ ഒന്നും കിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട സഹോദരൻ്റെ ഖബർ അല്ലാഹു കണ്ണെത്താത്ത ദൂരത്തോളം പടച്ചതമ്പുരാൻ വിശാലമാക്കട്ടെ. ഇല്ല, എത്ര അർത്ഥമുള്ള വരികളാണ് അദ്ദേഹം പാടിയത്. ആ പാട്ടിൻ്റെ വരികൾ പോലെ തന്നെ ആയിപ്പോയി. ഓരോരോ വീട്ടിലെൻ്റെ ആയുസ്, അല്ലേ? നല്ല നല്ല മനസ്സോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ട് പാടുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് വല്ലാതെ അർത്ഥമറിഞ്ഞ് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി പാടുമ്പോൾ ഒരു ഫീലിംഗ് നമുക്കെല്ലാവർക്കും ഉണ്ടായി, ഇല്ലേ? ഓരോരോ വീർപ്പിലെൻ്റെ ആയുസ്സെണ്ണം കുറയും, ഓർക്കുമ്പോൾ മനതാരിൽ ഭയം വന്നു നിറയും, മഹ്ശറ സഫയിൽ ഞാൻ ഒരിക്കൽ ചെന്നണയും, മന്നാനെ സ്വർഗത്തിലൊരിടം തന്നു കനിയു, ഇൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക്, ഇടറാതെ കൽബിൽ ഈമാനൂട്ട് നീ എന്നെ നടത്തിക്ക്, അല്ലാഹു അല്ലാതാരുമില്ല രക്ഷയെനിക്ക്, ആദിയോനെ ഇന്നെനിക്ക്, കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ, എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. എത്ര നല്ല വരികളാണ്. ഇൽമിൻ വെള്ളി വെളിച്ചം കാണിക്കാനാണ് അത് അദ്ദേഹത്തിന് കിട്ടുകയാണ്. ആ പഠിച്ച ഇൽമിൻ്റെ ആ ഒരു മാധുര്യം കൊണ്ട്, അദ്ദേഹം പഠിച്ചുപോയ ആ ഒരു ഇൽമിൻ്റെ സന്തോഷം കൊണ്ട് ആയിരക്കണക്കാന ആളുകളെ കൊണ്ട്, സയ്യിദന്മാരെ കൊണ്ട്, മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥപരമായിട്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ആ ഒരു അവസരം കിട്ടി? അദ്ദേഹം അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചതുകൊണ്ടാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ അറിയാം